ഹായ് ഹലോ, വെൽക്കം ടു ന്യൂ വ്ലോഗ്. അതൊരു മുത്തപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. ബാംഗ്ലൂർ ശിവക്കോട്ട പറഞ്ഞ സ്ഥലത്ത് എന്തോ ഒരു തെയ്യം ഉണ്ടെന്ന് കണ്ടു വന്നതാണ്. നമ്മൾ നാട്ടിൽ ഇതുവരെ തെയ്യം കണ്ടിട്ടില്ല. മലബാർ സൈഡിലുള്ളതാണല്ലോ തെയ്യം. നമ്മുടെ സൈഡിലൊന്നും ഒന്ന് നോക്കട്ടെ എന്ന് വെച്ച് കൊണ്ടാണ്. ബാംഗ്ലൂർ ശിവക്കോട്ടയിലാണ് കേട്ടോ ഈ അമ്പലം. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വന്നതാണ് കേട്ടോ. പക്ഷെ ഞാനൊരു ഇളനീര് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എനിക്ക് ഇത്രയും ടൈം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. തൊഴുതിറങ്ങിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു കേട്ടോ. അത്ര തിരക്കായിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രസാദം. സ്വാതിയാണ് ഞങ്ങളോട് ഈ അമ്പലത്തിനെ പറ്റി പറയുന്നത് കേട്ടോ. പറശ്ശിനിക്കടവുള്ള മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അതേ വാസ്തുവിദ്യയിലാണ് കേട്ടോ ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളതും. ഇവിടുത്തെ പൂജാവിധികളെല്ലാം സെയിം രീതിയിലാണ്. രാവിലെയുള്ള വെള്ളാട്ടം എന്ന ചടങ്ങിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പള്ളിവേട്ടയാണ് കേട്ടോ. പള്ളിവേട്ട എന്ന ചടങ്ങാണിത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഞങ്ങൾ മുത്തപ്പനെ അടുത്ത് ചെന്ന് കണ്ട് തൊഴുതു. തെയ്യമരുൾ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതിന് തെയ്യമരുൾ എന്നാണ് കേട്ടോ പറയുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ ഞങ്ങളോട്. അകലെ നിന്ന് ദേവീദേവന്മാരെ കണ്ട് തൊഴുതിറങ്ങുന്നു എന്നുള്ള ശീലമല്ലേ നമുക്കുള്ളൂ. നമ്മളെ രക്ഷിതാവിനെ പോലെ നമ്മളെ അടുത്തേക്ക് ചേർത്ത് നിർത്തി നമ്മളോട് ഒരുപാട് സംസാരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ എനിക്കതൊരു അതിശയം തന്നെയാണ് കേട്ടോ. ീനരപോരേവ സഭാപതിയെ ദൈന്യതി പേരുടെ കൊടിപാരയാരെ ഭസ്മോകരുണമാലാലംകൃതകൃതേ ലോകനാഥനെ ഭസ്മോകരുണമാലാലംകൃതകൃതേ ലോകനാഥനെ ലിംഗരൂപനി ഭുജന്തമാലനെ മംഗളാംഗനെ മഹേശനെ ലിംഗരൂപനി ഭുജന്തമാലനെ മംഗളാംഗനെ മഹേശനെ. ഭഗവാന്റെ അരുളിപ്പാട് പുറത്തു പറയാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ കണ്ടതും അദ്ദേഹം ഇമ്പമുള്ള കുടുംബമാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അത് കേട്ടപ്പോൾ.
അതിനിടയ്ക്ക് നടന്നൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വിക എന്നോട് ക്യൂ നിൽക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ ഭഗവാനോട് പറയാമെന്ന്. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു അമ്മ ദേഷ്യപ്പെടുകയാണെന്ന് ഭഗവാനോട് പറഞ്ഞാൽ മതിയെന്ന്. അവിടെ എത്തിയതും ഭഗവാൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കിട്ടിയ മക്കളല്ലേ, ഭഗവാന്റെ മക്കളല്ലേ, അവരോട് ദേഷ്യപ്പെടരുതെന്നായിരുന്നു കേട്ടോ അരുളപ്പാട്. എനിക്ക് ശരിക്കും അതിശയമായിപ്പോയി കേട്ടോ. അപ്പൊ മുത്തപ്പനെയൊക്കെ തൊഴുതു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും ഇവിടെ വന്നിട്ട് എനിക്ക് മുത്തപ്പനെ തൊഴാൻ പറ്റി. അപ്പോ ഹാപ്പി അല്ലേ കുഞ്ഞുമണികൾ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ മനസ്സ് നിറഞ്ഞാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതൊരു പുതിയ അനുഭവമാണ് ഞങ്ങൾക്ക്. ഒരുപാട് സന്തോഷം. ഭഗവാനെ അനുഗ്രഹിച്ച് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.